പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 പത്രോസ് 1 അധ്യായം 3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനുമായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ ആദ്യമേ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുന്ന ഒരേ ഒരു കാരണം അതാ, ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചതിനാൽ. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. പാപവും ഹല്ലേലൂയ വാട്ടവും നാശവും നിറഞ്ഞ ഈ ലോകത്തിൽ നാം നശിച്ചു പോകാതെ തൻ്റെ പ്രാണനെ ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാത്ത കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ വീണ്ടും ജനിപ്പിക്കുക എന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയത്രേ. വീണ്ടും ജനിക്കുവാൻ ആ ഒരു ഭാഗ്യം ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇതാ ഇവിടെ നിങ്ങൾ വീണ്ടും ജനിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ 3 കാര്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലിന് ഒരു അവകാശം ഉണ്ട്. ഹല്ലേലൂയ! ദൈവിക അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനാ നമ്മെ വീണ്ടും ജനിപ്പിച്ചത്? ചില അവകാശങ്ങൾ പ്രാപിക്കുവാൻ. നിങ്ങൾ കർത്താവിൻ്റെ മക്കളായി തീരുമ്പോൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളെന്ന് വേറെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ! നമ്മെ പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ ദൈവം അനുഗ്രഹിച്ചപ്പോൾ നാം ഇനി ദാസന്മാരല്ല, നാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൂട്ടവകാശികളത്രേ, സ്വർഗീയ നന്മകൾക്ക് ഓഹരിക്കാരത്രേ. പ്രിയരെ, നമുക്കൊരവകാശമുണ്ട്. ഈ ലോകത്തിൽ ഹല്ലേലൂയ മനുഷ്യർക്ക് പലതും ഉള്ളതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരു അവകാശത്തെ ഒരുക്കിയിരിക്കുന്നു. ദൈവം തരുന്ന അവകാശത്തിൻ്റെ പ്രത്യേകത, അത് നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ വില കുറഞ്ഞു പോകത്തില്ല, അത് വാടിപ്പോകത്തില്ല. ഒരു പൂവെടുത്തു വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൂവിനൊരു വാട്ടമുണ്ടാകും, പൂവിൻ്റെ ക്വാളിറ്റി കുറയും, പൂവിൻ്റെ ശോഭ കുറയും. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഉണങ്ങി ഇല്ലാതെയായി പോകും, അത് വാടിപ്പോകും. എന്നാൽ ദൈവ പൈതലേ, നീ ഒരു ഹല്ലേലൂയ കർത്താവിൽ വീണ്ടും ജനിക്കപ്പെട്ട മകനെങ്കിൽ നിൻ്റെ ശോഭ കുറയത്തില്ല. നിൻ്റെ ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. നീ നാൾക്ക് നാൾ വിലയേറിയവനായിത്തീരും. നിൻ്റെ വില കുറയത്തില്ല, നിൻ്റെ മാന്യത കുറയത്തില്ല, നിൻ്റെ ആരോഗ്യം കുറയത്തില്ല, നിനക്ക് ദൈവം കൊണ്ടുവന്ന നന്മ കുറയത്തില്ല. നീ കുറഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് വേദപുസ്തകം പറയുന്നു, ക്ഷയം, മാലിന്യം, വാട്ടവും എന്നിവ ഇല്ലാത്ത അവകാശത്തിനായി, നശിച്ചു പോകാത്തതിനായി ദൈവം നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു. നശിച്ചു പോകാത്തൊരവകാശം അത്രേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് തരുന്ന അവകാശം അത് നാശമില്ലാത്ത അവകാശം അത്രേ, അത് വില കുറയാത്തതത്രേ. ഓരോ ദിവസവും വില കുറഞ്ഞു പോകുന്ന കറൻസികൾ, വില കുറഞ്ഞു പോകുന്ന ഹല്ലേലൂയ പദാർത്ഥങ്ങൾ, വില കുറഞ്ഞു പോകുന്ന സാധനങ്ങൾ ഈ ഭൂമിയിലുള്ളപ്പോൾ വില കുറയാത്ത ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ അവകാശം അതത്രേ. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് സ്വർഗീയ അവകാശമുണ്ട്. എന്താ രണ്ടാമത്തെ പ്രത്യേകത? വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അത് സ്വർഗത്തിൽ ഹല്ലേലൂയ ദൈവശക്തിയിൽ സൂക്ഷിക്കുന്നു, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവശക്തിയിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിനെ ദൈവം വെളിപ്പെടുത്തുകയത്രേ. വേദപുസ്തകം പറയുന്നു, കർത്താവ് അന്ത്യകാലത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, അന്ത്യകാലത്ത് വെളിപ്പെടുവാനായിട്ട് വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി ഉണ്ടാക്കാൻ പോകുമെന്നല്ല, ഇനി നിർമ്മിക്കുമെന്നല്ല പറഞ്ഞത്. ദൈവം ഓൾറെഡി ഇതിനെ കരുതി വെച്ചിട്ടുണ്ട്, സ്വർഗസ്ഥലങ്ങളിൽ വെച്ചിരിക്കുക. അതിൻ്റെ മറ നീക്കി പുറപ്പെടും, മറ നീക്കി നിങ്ങളെ വെളിപ്പെടുത്തും. അതാർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ പറ്റാത്ത, ആർക്കും ഹല്ലേലൂയ കുറച്ച് കളയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ മനുഷ്യർ പറയും, നമ്മുടെ ഡെപ്പോസിറ്റുകൾ സൂക്ഷിച്ചു വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ചില സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നിലവറകളുണ്ട് സൂക്ഷിച്ചു വെക്കാൻ. എന്നാൽ സ്വർഗത്തിലെ ഹല്ലേലൂയ സ്വർഗീയ കലവറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതിനെ ശത്രു മോഷ്ടിക്കത്തില്ല, ശത്രു എടുത്തുകൊണ്ട് പോകത്തില്ല.
പിന്നെയോ ദൈവം തൻ്റെ വീണ്ടും ജനിക്കപ്പെട്ട മക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശമത്രേ നമുക്കുള്ളത്. അത് ഓൾറെഡി ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുക. പ്രിയരെ, തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആ ഭാവിയെ സുരക്ഷിതമാക്കുവാൻ ദൈവത്തിൻ്റെ അവകാശത്തിന് സാധിക്കും. മൂന്നാമത്തെ കാര്യം, വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇതിനു വേണ്ടി നമ്മെയും ദൈവശക്തിയിൽ അവൻ സൂക്ഷിക്കുന്നു. വിശ്വാസത്താൽ നമ്മെ പരിപാലിക്കുന്നു. ദൈവവചനത്താൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. നാം ഇത് പ്രാപിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടത്തില്ല. ഇത് പ്രാപിക്കുന്നതിന് മുമ്പ് നാം ഇല്ലാതെയായി പോകത്തില്ല. നാം നശിച്ചു പോകത്തില്ല. നന്മയുണ്ട്, നിശ്ചയമാണ്. ദൈവത്തിൻ്റെ അവകാശമുണ്ട്. എന്നാൽ അത് അനുഭവിക്കാൻ പലർക്കും കഴിയാതെ പോകുമ്പോൾ തിരുവചനം പറയുന്നു, നിന്നെ അതിനുവേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയരെ, നമുക്ക് വിളിച്ചു പറയാം, നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നാം നശിച്ചു പോകാതെ, ഇല്ലാതായി പോകാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം ഇന്നും വിശ്വസ്തനത്രേ. നമ്മെ വീണ്ടും ജനിപ്പിച്ച ദൈവം നമ്മോട് പറയുന്നു, നമുക്കൊരവകാശം. ആ അവകാശം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 3, ആ അവകാശത്തിനായി നമ്മെ കാത്ത് പരിപാലിക്കുന്നു. ഈ ദൈവം വിശ്വസ്തനത്രേ, വാക്കുമാറാത്ത ദൈവമത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ, ആമീൻ.